നമ്മൾ നല്ലൊരു ഡ്യുവറ്റ് സോങ് ആസ്വദിച്ചു. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസ് സെമി ക്ലാസിക്കൽ റൗണ്ടിലാണ്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ബിൻഹ റോസ്. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ ബിൻഹ. ബിൻഹ, നല്ല ഐശ്വര്യമുണ്ട് കാണാൻ സെറ്റ് സാരിയും മുണ്ടില്. മോളു ഇന്ന് ഏത് സോങ്ങാ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇത്തിരി പോയ ചുവന്ന് പോയെന്ന ഫിലിമിലെ പൊൻപുലരൊളി. പ്രിപ്പയർഡ് ആണല്ലോ? സെമി ഫൈനൽ സ്റ്റേജ് ആണ്, അപ്പൊ നന്നായിട്ട് പാടുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. സഗമഗമ പമ പനി പനി സഗ മഗ സനി സനി പനി പമ പമ ഗമ ഗ സഗ നിസ പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. കാതരമിഴി നീ കാണാ കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ. പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു. ബിൻഹ കുട്ടി,
സെമി ഫൈനൽ റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസ് അല്ലേ? സെമി ക്ലാസിക്കൽ റൗണ്ടിൽ നല്ലൊരു സോങ് തന്നെ മോള് നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയി പാടി. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. ഇനി നമുക്ക് ജഡ്ജസിന്റെ അഭിപ്രായം അറിയാം. ബിജേട്ടാ. ബിൻഹ, അസലായിട്ടുള്ളൊരു പാട്ടാണ്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന് പറയുന്ന സിനിമയിലെ ഭരതൻ സിനിമയിലെ പാട്ടാണ്. രവീന്ദ്രൻ മാഷിന്റെ. അസലായിട്ട് മോള് പാടി കേട്ടോ. ടഫായിട്ടുള്ളൊരു സോങ് ആണ്. ഈ ഒരു റൗണ്ടിൽ വളരെ ചേരുന്ന ഒരു പാട്ടാണ്. മോള് അസലായിട്ട് പാടി. ആകെ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഒരു കമാൻഡ് വരാമായിരുന്നു എന്ന് തോന്നി. മോള് കുറച്ച് ടെൻസ്ഡ് ആയിരുന്നോ അതൊരു പാട്ടിൽ അത് നിഴലിച്ചോ എന്ന് എനിക്കറിയില്ല. കുറച്ചും കൂടി കമാൻഡ്, അതായത് അത് നമ്മൾക്ക് വഴങ്ങുമെന്ന് തോന്നിക്കുന്ന ഒരു പ്രിറ്റൻഷനില്ലേ, അത് മോൾക്ക് വരാമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പൊൻപുലരുളി ഭൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ, കാതരമിഴി നീ കാണാക്കാർക്കുയിലൊന്നുണ്ടല്ലോ, പാടിടുന്നു ദൂരെ പാടിടുന്നു ദൂരെ, പൊൻപുലരൊളി പൂവിതറിയ അടിച്ചടിച്ച് പൊൻപുലരൊളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം. അത് അങ്ങനെ കുറച്ചും കൂടി ഒരു വൈബ്രൻസി കൊണ്ടുവരാമായിരുന്നു എന്ന് തോന്നി പാട്ടില്. അതർവൈസ് വളരെ നന്നായിട്ട് പാടി മോളെ കേട്ടോ. വേറെ തെറ്റുകളൊന്നും, അത് പാട്ടുടനീളം കുറച്ച് ബ്രത്ത് ഒരുപാട് വേണ്ട പാട്ടാണ്. ഒരുപാട് സഞ്ചാരം ഒരുപാടുള്ള പാട്ടാണ്. രവീന്ദ്രൻ മാഷിന്റെ പതിവ് ശൈലി പോലെ തന്നെ. അപ്പൊ എന്തായാലും ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. പക്ഷെ മോള് ഭംഗിയായിട്ട് അറ്റംപ്റ്റ് ചെയ്തു കേട്ടോ. ഗുഡ് ലക്ക്. ബിൻഹ, ആദ്യം തന്നെ പറയട്ടെ, ഇത്ര വ്യത്യസ്തമായ ഒരു സെറ്റ് സാരി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം പിങ്ക് അതിൽ വരുന്നു, അതിന്റെ മുകളിൽ പക്ക വേറെ സാധാരണ നോർമൽ കളറ്, വളരെ വ്യത്യസ്തമായ ഒരു സെറ്റ് സാരി കണ്ടും അത് മുല്ലപ്പൂവില് ബിൻഹയെ കാണാനും വളരെ സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടാ. ഇനി പാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ, ഇതുവരെ അങ്ങനെ ആരും എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ട്, പക്ഷെ ആരും അങ്ങനെ സ്റ്റേജിൽ പാടി കേൾക്കാത്തതുമായ ഒരു ഗാനം മോള് സെലക്ട് ചെയ്ത് ഈ സെമി ക്ലാസിക്കൽ റൗണ്ടിൽ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. പിന്നെ ബീച്ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അതൊന്നും നമ്മളോട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് തന്നെയാകും. പിന്നെ ചില മോളുടെ തിങ്സിൽ ഇപ്പൊ കണ്ടുവോ ആ സംഭവം ഇല്ലേ, അതിലൊക്കെ ഒന്നൊരു അഡീഷണൽ ആയിട്ട് മോള് വിചാരിക്കാണ്ട് തന്നെ ചില വിബ്രാറ്റ പോലത്തെ ഒരു സംഭവം കയറി വരുന്നുണ്ട്. നാളെ ചേച്ചി പറഞ്ഞില്ലേ ആ ഒരു സംഭവം, മോള് വിചാരിക്കുന്നതിനേക്കാളും കുറച്ച് എന്തോ ഒരു വേറെ പോലെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് സുഖമായിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും ഉണ്ട്. അനുപല്ലവി തുടക്കമൊക്കെ എന്ത് രസമായിരുന്നു. അതെങ്ങനെ ട്യൂണ്? താരാ താരാരാ താരാരേരി താരാരാ, ആ പൊന്നുണ്ണി എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിരുന്നു അവിടെയൊക്കെ. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? നന്നായി പാടി കേട്ടാ. ബിൻഹ, ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭരതൻ മൂവി, ആ സിനിമയ്ക്ക് വേണ്ടി രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിൽ ദാസേട്ടനും ലതിക ചേച്ചിയും ONV കുറുപ്പിന്റെ ഗാനരചനയിൽ ആലപിച്ച മനോഹരമായ ഗാനം മുളസലായിട്ട് തന്നെ പാടിയ മോളെ. വെരി ബ്യൂട്ടിഫുൾ റെൻഡറിങ്. ഇതിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി, നാടരാഗത്തിൽ ഒരുപാട് കമ്പോസിഷൻസ് രവീന്ദ്രൻ മാസ്റ്റർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. കോപാങ്കനെ തുടങ്ങിയ പാട്ടുകൾ അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു കമ്പോസിഷനാണ്. പിന്നെ ബീച്ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം, ഈ ക്ലാസിക്കൽ കമാൻഡ് ഒന്നുകൂടി ആവാന്നാണ് തോന്നിയത്. അത് മാത്രമല്ല, ഈ പാട്ടിന്റെ ഒരു അറേഞ്ച്മെന്റ് പാറ്റേൺ നോക്കിയാൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ ശ്രദ്ധിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പാട്ടിന്റെ റൈറ്റ് ഫ്രം ദ പല്ലവി അക്ഷരങ്ങളോടൊപ്പം തന്നെ ഋതവും ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന, അങ്ങനെ ഓരോ വേർഡും ഋതം സമത്തിൽ അടി വരുന്നുണ്ട് ഋതത്തിൽ അല്ലെ. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ്. ആ ക്ലാസിക്കൽ കമാൻഡ് ഒന്നുകൂടി മോൾക്ക് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയനെ. ഇപ്പോൾ മോശമെന്നല്ല. ആൻഡ് നടുവിൽ അനുപല്ലവിക്ക് ശേഷം വരുന്ന കണ്ടുവോ ആണ് കുറച്ച് പ്രോബ്ലംസ് ഉള്ളതായിട്ട് തോന്നിയത്. ആൻഡ് ആടും പൊന്നാട എന്ന് പറഞ്ഞ പോർഷനിലെ ചരണം വാസ് വെരി ഗുഡ്. എക്സ്പ്രഷനിൽ അതിമനോഹരമായിരുന്നു. അത് എല്ലാം കൊണ്ടും തന്നെ നല്ല ഒരു റെൻഡറിങ്. ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. താങ്ക് യു. താങ്ക് യു രൂപേട്ട. അപ്പം ബിൻഹ, മോളുടെ ഈ സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് മാർക്ക് നമുക്ക് ഇപ്പം അറിയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ ജഡ്ജസ് ഈ റൗണ്ടിന്റെ മാർക്ക് എഴുതി ആ മാർക്ക് ബോക്സിൽ ഇട്ടതിന് ശേഷം നമ്മൾ എലിമിനേഷൻ റൗണ്ടിലാണ് അത് അനൗൺസ് ചെയ്യുന്നത്. ബട്ട് ബാക്കിയുള്ള റൗണ്ട്സിനൊക്കെ ഇവിടുന്ന് അനൗൺസ് ചെയ്യും. അത് കുഴപ്പമില്ല. അപ്പം അടുത്ത റൗണ്ടിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ മാർക്ക് അനുപേട്ടൻ ഇടാൻ പോവാണ്.
കാത്തിരിക്കുക, നോക്കാം നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന്. ഇനി അടുത്ത റൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.